അദ്ദേഹത്തെ ആദരിക്കുന്ന അദ്ദേഹത്തിന്റെ പേരിലുള്ള അനുസ്മരണ പരിപാടികൾ അവാർഡ് നൽകുന്നു, പല നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിനർത്ഥം ഇന്നും ഈ നാട്ടിലെ ജനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ശ്രീ തച്ചങ്കാട് ബാലകൃഷ്ണന്റെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നു, ആദരവോടുകൂടി സൂക്ഷിക്കുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ഓർമ്മകൾ പുതുക്കുന്നതിലൂടെ വാസ്തവത്തിൽ നമുക്ക് തന്നെ ഒരു സന്ദേശമാണ് ഈ ചരമവാർഷികങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ വളരെ മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കോൺഗ്രസ് നേതാക്കൾ ഈ ജില്ലയിലുണ്ട്. MLA-യും MP-യും അതുപോലുള്ള അധികാര സ്ഥാനങ്ങളിൽ എത്തിയില്ലെങ്കിലും അവർ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവരാണ്. അവരുടെ സേവനങ്ങൾ പുതിയ തലമുറ മറക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് ഈ ചരമവാർഷികത്തിൽ കാണുന്നത്. ഞാൻ വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലായതുകൊണ്ട് ഇതിനു മുമ്പും ഞാൻ ഓർക്കുകയാണ്, ബാലകൃഷ്ണന്റെ ഒരു ചരമവാർഷികത്തിൽ എന്നെ ക്ഷണിച്ചിരുന്നു മുമ്പ് ഈ 10 കൊല്ലത്തിനിടയിൽ. അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ വരണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇവിടെ വന്നു ചേരാൻ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ചരമവാർഷികത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി. ഏതാണ്ട് ഒരു 10, 30, 40 വർഷം മുമ്പാണ് ഞാൻ ഓർക്കുകയാണ്, ഷാർജയിലെ തച്ചങ്കാട്ടുകാരൻ ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ വിവാഹം, അദ്ദേഹം ഷാർജയിലെ നമ്മുടെ വീക്ഷണം ഫോറത്തിന്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം എന്റെ സഹോദരനാണ് ഷാർജയിൽ ഈ വീക്ഷണ ഫോറത്തിന്റെ പ്രവർത്തകരായി, ബാലകൃഷ്ണന്റെ ഉറ്റ ചങ്ങാതിയായി അന്ന് അവിടെ പ്രവർത്തിച്ചിരുന്ന കാലമാണ്. അദ്ദേഹത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചു. ഞാനത് കഴിഞ്ഞ് ബാലകൃഷ്ണൻ ഇവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിരുന്നു. ഞാൻ ഗംഗാധരൻ നായരെ വിളിച്ചു പറഞ്ഞു വരുന്നുണ്ട്. ഞാനും ഗംഗാധരൻ നായരും കൂടി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഞങ്ങളെ സ്വീകരിക്കാൻ കൊണ്ട് നിന്നത് തച്ചങ്കാട് ബാലകൃഷ്ണൻ. അപ്പൊ എനിക്ക് പെട്ടെന്ന് തെറ്റിപ്പോയി, തച്ചങ്കാട് ബാലകൃഷ്ണൻ എന്ന് ഗംഗാധരൻ നായർ അവിടെ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ധരിച്ചത് ഷാർജയിലെ ബാലകൃഷ്ണൻ, രണ്ടു ഒരേ പേരുകാരാണ്. അന്നിവിടെ വന്നപ്പോൾ കണ്ട കാലം മുതൽ മരിക്കുന്ന കാലഘട്ടം വരെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ, അടുത്തറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഞാൻ വളരെ സമചിത്തതയോടുകൂടിയാണ് നേരിട്ടത്. നമുക്കിവിടെ ഈ പ്രദേശത്തിനടുത്ത് തന്നെ അടുത്ത കാലത്ത് മാർക്സിസ്റ്റുകാരുടെ രക്തദാഹത്തിന്റെ 2 രക്തസാക്ഷികൾ, അവരെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ തന്നെ മാർക്സിസ്റ്റുകാരുടെ അക്രമ ശൈലിയെയും പ്രതികാര പ്രവർത്തനങ്ങളെയും കുറിച്ചെല്ലാം നമുക്കറിയാം. അന്നും അതൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചവരിൽപ്പെട്ട ഒരാളാണ് ശ്രീ ബാലകൃഷ്ണൻ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലും പാർട്ടിയിലുമുള്ള എല്ലാ പ്രതിസന്ധികളെയും അദ്ദേഹം മറ്റൊരു ആളെ പോലെ അറിയിക്കാതെ, സാധാരണ പൊതുപ്രവർത്തകർക്ക് ഒരു പ്രയാസം വന്നാൽ അത് എല്ലാവരോടും പറയും, എല്ലാവരുടെയും സഹായത്തോടെ. ബാലകൃഷ്ണൻ അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു എന്നെനിക്ക് നേരിട്ടറിയാം. അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബ പ്രയാസങ്ങളും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രതികൂലവും സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും ഒറ്റയ്ക്ക് അതിനെല്ലാം അതിജീവിക്കാനുള്ള വളരെ വലിയ സാന്നിധ്യം കാണിച്ച ഒരു പ്രവർത്തകനാണ്. മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഇപ്പൊ നമുക്ക് സാധാരണഗതിയിൽ അറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ അർഹരായ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അർഹരായ ഒരുപാട് ആളുകളെ നമുക്ക് പരിഗണിക്കാൻ പറ്റാതെ വരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെ അത്രയും അർഹതയുള്ള ഒരുപാട് നേതാക്കളുണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവരെയും സ്ഥാനാർത്ഥികളാക്കാൻ കഴിയില്ല. പക്ഷെ അപ്പോഴെല്ലാം അവർക്കെല്ലാം ഉണ്ടാവുന്ന മാനസിക സംഘർഷം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, പുറത്ത് പറയാതെ തന്നെ പറയാം. അങ്ങനെയെല്ലാം ഉള്ള സന്ദർഭങ്ങളിലും സ്ഥാനമാനങ്ങളെക്കാൾ വലുത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്തിനാണ് എന്ന ചോദ്യത്തിന് ഇന്നത്തെ തലമുറ വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല. പക്ഷേ ബാലകൃഷ്ണന്റെ ആ തലമുറ പഴയ തലമുറയ്ക്ക് വ്യക്തമായ മറുപടി ഉണ്ടായി. രാഷ്ട്രീയ പ്രവർത്തനം
അധികാരത്തിന് വേണ്ടി മാത്രമല്ല. അധികാരം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രധാന ലക്ഷ്യം അധികാര സ്ഥാനങ്ങളോ ധനസമ്പാദനമോ അല്ല എന്ന് വിശ്വസിച്ച ഒരു തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തനം. ചെറിയ ഓരോ അധികാര സ്ഥാനം കിട്ടിയാൽ ധനസമ്പാദനത്തിന് വേണ്ടി വ്യക്തത കാണിക്കും. കാരണം രാജ്യത്ത് വരുന്ന ഗവൺമെന്റുകൾ, MLA മാർ, MP മാർ, അവരുടെ അഴിമതി, അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഇന്ന് ജനങ്ങൾ അതിനെക്കുറിച്ചെല്ലാം വളരെ ബോധവാന്മാരാണ്, പ്രതികരിക്കുകയും ചെയ്യും. പക്ഷേ അഴിമതി രാഷ്ട്രീയത്തിലെ ഒരു വലിയ പ്രതിഭാസമായി ഇന്ന് നമ്മുടെ ജനാധിപത്യത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ എല്ലാ തന്റെ പ്രയാസങ്ങളും ഉള്ളിൽ ഒതുക്കി അവയെല്ലാം നേരിടാൻ തികഞ്ഞ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മാതൃകാപരമായ അച്ഛനാണ് ബാലകൃഷ്ണൻ. തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകർ മാതൃകയാക്കാവുന്ന അനുകരണീയനായ ഒരു നേതാവാണ് അദ്ദേഹം എന്ന് ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ബാലകൃഷ്ണൻ 10 കൊല്ലമായി അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തിന് ഒരു എൻഡോമെന്റ് ഏർപ്പെടുത്തില്ല. നമ്മൾ കൊടുക്കുകയും ചെയ്തത് ഇപ്പൊ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇപ്പൊ അവിടെ പയ്യന്നൂരിൽ ഒരു സ്ഥാനാർത്ഥി മത്സരം. എന്താ കാര്യം? അവിടെ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നത് എന്തിനാണെന്നറിയാം? രക്തസാക്ഷി ഫണ്ട് അല്ലേ? പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വിരിച്ചൊരു സഖാവിന് അയാളുടെ കുടുംബത്തിന് വേണ്ടി ഫണ്ട് വിരിച്ചു. 1 കോടി രൂപയാണ് ആ ഫണ്ടിൽ നിന്ന് മോഷ്ടിച്ചത്. സ്വാമി അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വർണമാണ്, അതുകൊണ്ട് മോഷ്ടിക്കാൻ എന്താ കുഴപ്പം എന്നാണ് സഖാക്കന്മാര് പരസ്പരം പറയുന്നത്. സുപ്രീം കോടതി ചോദിച്ചത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ, അതും എല്ലാവരും ഈ ദക്ഷിണേന്ത്യയിലെ എല്ലാ ആളുകളും വളരെ വലിയ ആരാധിക്കുന്ന ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ സ്വത്ത് എങ്ങനെ ഇവർക്ക് മോഷ്ടിക്കാൻ കഴിയുന്നില്ല? മോഷ്ടിച്ചത് മാർക്സിസ്റ്റ് സഖാക്കളാണ്. രക്തസാക്ഷി കൊണ്ട് മോഷ്ടിച്ചതും മാർക്സിസ്റ്റ് സഖാക്കളാണ്. ഈ 1 കോടി രൂപ അവർക്ക് തിരിച്ചെടുത്തത് ആ ഫണ്ട് മോഷ്ടിച്ചതിന്റെ പേരിൽ ഇന്ന് അവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിർമ്മിച്ച അവരുടെ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള മാർക്സിസ്റ്റ് സഖാക്കളുടെ പ്രതികരണമാണ്. അതുകൊണ്ടാണ് ഞാനത് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ മാത്രമല്ലല്ലോ, തളിപ്പറമ്പിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി രാജ്യത്തെ പാവപ്പെട്ടവരുടെ, തൊഴിലാളികളുടെ പാർട്ടിയാണ്, അധ്വാനിക്കുന്നവരുടെ പാർട്ടിയാണ്, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് എന്നൊക്കെ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച് അവരെ കൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്തിരുന്ന ആളുകൾ ഇന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊല്ലുന്ന, ആക്രമിക്കുന്ന അവസ്ഥയാണ്. ആദ്യം കണ്ടത് TP ചന്ദ്രശേഖരൻ എന്ന രക്തസാക്ഷിയാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സംഭവങ്ങൾ കാണുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത് പറയാൻ ഞാൻ നിർബന്ധിതനാകുന്നത്, ഈ തെരഞ്ഞെടുപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണത്തിനെതിരായി ജനങ്ങളുടെ പ്രതികരണം ശക്തമായി ഉയർന്നു നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ പ്രതികരണത്തിൽ കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വമുണ്ട്, TK ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വമുണ്ട്. അങ്ങ് അമ്പലപ്പുഴയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ്. 2001 തെരഞ്ഞെടുപ്പിൽ അന്ന് കായംകുളത്ത് ഞാനും സുധാകരനും തമ്മിലാണ് മത്സരിച്ചത്. അന്ന് ഞാൻ ജയിച്ചു, അദ്ദേഹം തോറ്റു. സുധാകരൻ അന്ന് 2001 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ജയിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവത്വമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഒരാൾ UDF-നോ കോൺഗ്രസിനോ ശത്രുക്കൾക്കോ അദ്ദേഹത്തെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് സംശുദ്ധമായിട്ടുള്ള അഴിമതി രഹിതനായ ഒരു ഭരണാധികാരി. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് UDF-ന്റെ പിന്തുണയോടുകൂടിയാണ്. ആരെങ്കിലും അന്ന് എനിക്ക് അത് ഈ 10-25 കൊല്ലം മുമ്പല്ലേ 2001 തെരഞ്ഞെടുപ്പ് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നു. എന്താ സംഭവം? എന്തിനായി ഇവരൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി
സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായിട്ടുള്ള ജീർണത, നമ്മളെല്ലാവരും ആരോപിക്കുന്ന എല്ലാ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളുടെയും യഥാർത്ഥമായിട്ടുള്ള അവകാശികൾ അവരാണെന്നുള്ള അവരോടൊപ്പം നിന്നവരുടെ തുറന്ന പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം മാത്രം മതി. ഇവിടെ രമേശിനെയും ശരത്ലാലിനെയും കൊലയാളികൾ, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ആ കൊലയാളികൾക്ക് കൂട്ടുനിന്നവരെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒഴികെ കഴിഞ്ഞ 10-30 കൊല്ലക്കാലത്തിലേറെ ഈ ഉദുമ നിയോജക മണ്ഡലത്തിൽ കൊലയാളികളെ, അക്രമികളെ, അഴിമതിക്കാരെ അവരുടെ പ്രതിനിധികളെയാണ്